ഹോട്ടലിലെ ആൾക്കാരും പിന്നെ രാത്രി 1:30 മണിക്കൊക്കെ വന്നിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. നിർത്തിയിട്ട് പോവാണെങ്കിൽ എന്നെ കാണത്തില്ല, നോക്കിക്കോ, ഞാൻ എന്തെങ്കിലും ചെയ്യും, എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്കൊന്ന് വരണോ, എനിക്ക് പേടിയാണ്, എനിക്കങ്ങ് വരണോ. ശിക്ഷ കൊടുക്കേണ്ടിയുള്ളതല്ലേ. ഇവരിങ്ങനെ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ഇങ്ങനെ ജാമ്യം കൊടുക്കുമ്പോഴേ മറ്റുള്ളവർക്ക് ഇത് ഒരു പ്രചോദനമായി മാറുമെന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഇതുപോലെ സാധാരണപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇതുപോലെ ജാമ്യം കൊടുക്കും. സ്ത്രീധനം എന്ന് പറയുന്ന വ്യവസ്ഥയോട് യോജിക്കുന്നു. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് സ്ത്രീധനം ചോദിക്കരുത്, കൊടുക്കരുത്, മേടിക്കരുത്. അവൻ ചോദിച്ച 100 പവൻ എന്ന് പറയുന്നത് 101 പവൻ കൊടുക്കും. കാറ് വേണമെന്ന് പറയുന്നത് കാറ് കൊടുക്കും. ഇതെല്ലാം കൊടുത്തിട്ട് ഈ രീതിയിൽ ചെയ്തതെന്ന് പറയുന്നത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. ജൂൺ 21 നമ്മളെല്ലാവരും അറിഞ്ഞ സമാനതകളില്ലാത്ത ഒരു ആത്മഹത്യ. വിസ്മയ എന്ന പെൺകുട്ടി. ഞാനിപ്പോൾ ഉള്ളത് നിലമേലിലാണ്. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഒരു വാർത്തയുണ്ട്. വിസ്മയ കൊലക്കേസിൽ പ്രതിയായ കിരൺ കുമാറിന് ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്ത. സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ശിക്ഷാവിധി റദ്ദ് ചെയ്യണമെന്ന് അപ്പീൽ നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് കിരൺ കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ നടപടിയിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ നടപടിയെക്കുറിച്ച് നാട്ടുകാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം കേരളം കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ് ഒരു പെൺകുട്ടിയോട് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യം അനുവദിച്ച നടപടിക്കെതിരെ എങ്ങനെയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നതെന്ന് ചോദിക്കാം. ഞങ്ങളിപ്പോൾ ഉള്ളത് നിലമേലിലാണ്. മരണം ഈ നാട്ടിലും നമ്മുടെ കേരള ജനതയ്ക്കുണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് സവിശേഷ സാഹചര്യമുണ്ട്. അത് സുപ്രീം കോടതി ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് സ്വാഭാവികമായിട്ടും. പിന്നെ അതിന്റെ നിയമപരമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റും നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമുക്ക് അതിനുള്ള ധാരണ ഉള്ളവരല്ല. അപ്പോൾ എന്തായാലും ജാമ്യം കിട്ടിയാലും വിഷമമുണ്ട്. പെൺകുട്ടികളെ വളർത്തുന്ന പെൺകുട്ടികളെ വളർത്തുന്ന അച്ഛനും മാത്രമല്ല, സമൂഹത്തിൽ വളർത്താത്തവർക്കും വിഷമമില്ലേ? സാധാരണ ഒരു പെൺകുട്ടി ആരായിരുന്നല്ല, അത് നമ്മുടെ രാജ്യത്തല്ലേ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഒരു പെൺകുട്ടിയോടൊന്നും മാത്രമല്ല, ഒരു മനുഷ്യ സമൂഹത്തോട് ചെയ്യാൻ ഏത് തരത്തിലുള്ള മോശമായ പ്രവൃത്തി അല്ലെങ്കിൽ ദാരുണമായ സംഭവങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. അത് മനുഷ്യനാണ് സാർ. മൃഗത്തിനോടും നമുക്ക് കാണത്തില്ല. നമ്മൾ ചിലരൊക്കെ ഈ വണ്ടിയിലേക്ക് കെട്ടി ഒരിച്ചു അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ജീവികളാണല്ലോ പ്രധാനം. അപ്പൊ മനുഷ്യന്റെ പോലുള്ള ജന്മം ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാത്തിനെയും നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല, സഹോദരം. എന്തായാലും വിസ്മയരാജ്യത്തിൽ വിഷമമുണ്ട്. നല്ല വിഷമമായ നാട്ടുകാർക്ക് മൊത്തം ഉണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ളൊരു മാമനാണ്. ഈ ഒരു നടപടി, അതായത് ഇപ്പൊ കിരൺകുമാറിന് ജാമ്യം ലഭിച്ച ഒരു നടപടിയോടുകൂടി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് എൻ്റെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ അത് ശരിയല്ല. ആ കുട്ടിയുടെ ഭാവിയെ കണക്കാക്കി മറ്റ് മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ പ്രത്യേക സാഹചര്യത്തിലാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു കൂടിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ രീതിയിൽ ജാമ്യം കൊടുത്തത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരവസ്ഥ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ചേട്ടനാണ്. ചേട്ടാ, ഈ കിരൺകുമാറിന് ജാമ്യം കിട്ടിയ ആ ഒരു നടപടിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, അതിനോട് യോജിക്കുന്നുണ്ട്? എനിക്ക് അത് യോജിക്കുന്നില്ല. കാര്യം എന്ന് പറയുമ്പോൾ അധികാരവും പണവും ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ജാമ്യം കൊടുക്കുന്നത് നല്ല നടപടിയല്ല. സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം എടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ. എന്നാലും ഇതുപോലെ സാധാരണപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇതുപോലെ ജാമ്യം കൊടുക്കും. സാധാരണപ്പെട്ടവർ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി അവർക്ക് ജാമ്യം കിട്ടും. അത് എൻ്റെ ഒരു അഭിപ്രായം. കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ കുലകൃത്യം ചെയ്യുന്നവർക്കൊന്നും ജാമ്യം കൊടുക്കാൻ പാടില്ല. ആയുർവേദകാലം മൊത്തവും ജയിലിൽ തന്നെ കിടക്കണം. അത്രേ ഉള്ളൂ. ഞാനായാലും വേറെ ആളായാലും അത് തന്നെ കൊടുത്തേ പറ്റൂ. അങ്ങനെ ഇട്ടിരുന്നെങ്കിലേ കൊള്ളാവൂ. അങ്ങനെ ഇടാഞ്ഞതിന്റെ പേരിലാണല്ലോ ഇപ്പൊ മൊത്തം തീർന്നത്. നമ്മള് ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിച്ചേക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ അല്ല, അതിവിടെ എല്ലാം ആകാമല്ലോ. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമല്ലോ. അതിനിപ്പോ ആർക്കും കൂടെ തടസ്സമില്ലല്ലേ. ഇപ്പോഴും ജാമ്യം കിട്ടുന്ന സമയത്തും പരോളിലല്ലേ. പരോളിലായിരുന്നു. എത്ര വർഷം ജയിലിൽ ജീവിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്രയും കാലത്ത് ഇതും കൂടി അയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടിയുള്ളതല്ലേ. ഇവരിങ്ങനെ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ഇങ്ങനെ ജാമ്യം കൊടുക്കുമ്പോഴേ മറ്റുള്ളവർക്ക് ഇത് ഒരു പ്രചോദനമായി മാറുമെന്നുള്ളതാണ് എന്റെ
കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും ഇനിയൊരു അല്ലേ ഇങ്ങനൊരു അവസ്ഥ ഒന്നും ഉണ്ടാവരുത്. കേരളത്തിലെന്നല്ല നമ്മുടെ രാജ്യത്ത് ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടിയുടെ രക്ഷകർത്താവ് എന്ന് പറയുന്നത് പേർഷ്യയിൽ എത്രയെങ്കിലും വർഷം പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും ഈ കൊച്ചിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അവൻ ചോദിച്ച 100 പവൻ എന്ന് പറയുന്നത് 101 പവൻ കൊടുക്കും. കാറ് വേണമെന്ന് പറയുന്നത് കാറ് കൊടുക്കും. ഇതെല്ലാം കൊടുത്തിട്ട് ഈ രീതിയിൽ ചെയ്തതെന്ന് പറയുന്നത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. അതിന് ഒരു കാരണവശാലും സ്ത്രീധനം എന്ന വ്യവസ്ഥയോട് എങ്ങനെയാണ്? സ്ത്രീധനം എന്ന് പറയുന്ന വ്യവസ്ഥയോട് യോജിക്കുന്നില്ല. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് സ്ത്രീധനം ചോദിക്കരുത്, കൊടുക്കരുത്, മേടിക്കരുത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കൊടുത്ത് അയച്ച ഒരു കുട്ടിയെ പലതവണ അവൻ ഇവിടെ കൊണ്ടിട്ട് ഉപദ്രവിച്ചു. ആ കുട്ടിയെ ഈ കുട്ടിയുടെ സ്വന്തം കണ്ടില്ല. ഈ തൊട്ടടുത്താണ് വീട്, അറിയാമോ? തൊട്ടടുത്താണ്, നമ്മൾ കണ്ടിട്ടില്ല, പറഞ്ഞറിവാ. രാത്രി അതിന്റെ തൊട്ട് ഏതെങ്കിലും ഉള്ള ആ ഹോട്ടലിലെ ആൾക്കാരും പിന്നെ രാത്രി 1:30 മണിക്കൊക്കെ വന്നിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സഹോദരനെ തള്ളുകയും അടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അത്തരം സംഭവങ്ങൾ വരെ നടത്തിപ്പോയ ഒരു വ്യക്തിക്ക് ഈ ജാമ്യം കൊടുത്തതെന്ന് പറയുന്നത് എന്നോട് ഞാൻ ഒട്ടും യോജിക്കും. നാട്ടുകാർ ഇത്തരത്തിലൊക്കെ തന്നെ പറയുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കേസിൽ 90 ദിവസത്തിനകമാണ് അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ഹർഷിത അട്ടല്ലൂരി അടക്കം കുറ്റപത്രം സമർപ്പിച്ചത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ കേസിൽ വലിയ രീതിയിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തെളിവുകളൊക്കെ തന്നെ വലിയ രീതിയിൽ നാളെ ഒരു സമയത്തേക്ക് ഈ കിരൺകുമാറിന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഏത് കോടതിയുടെ അറ്റം വരെ പോയാലും ജാമ്യം ലഭിക്കത്തക്ക രീതിയിൽ വലിയ രീതിയിൽ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കലായിരിക്കും അല്ലെങ്കിൽ തെളിവുകളൊക്കെ തന്നെ ദുർബലമായിരിക്കാം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വലിയ രീതിയിൽ പോലീസിന്റെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും സമാനതകളില്ലാത്ത രീതിയിൽ ഒരു പെൺകുട്ടി, അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ക്രൂരമായ ഒരു ഭർതൃഗൃഹത്തിൽ ഏറ്റ പീഡനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഈ സംഭവത്തിലാണ് കിരൺകുമാറിന് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നാട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. യാതൊരു തരത്തിലും ഒരു നീതിയും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇളവും അർഹിക്കാത്ത ഒരാളാണ് കിരൺകുമാർ എന്ന് പറയുമ്പോഴും ഈ നാട്ടുകാരൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ കിരൺകുമാറിന് വന്നിരിക്കുന്ന ഈ ശിക്ഷാ ഇളവിൽ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്ന ഈ നടപടിയിൽ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയാണ്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ.